ദൈവത്തിൻ്റെ സന്നിധി എന്നൊരു വാക്യമുണ്ട്. 7-ന്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് ആരെങ്കിലും വായിക്കാമോ? ട്രംബിൾ യു ആർ അറ്റ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, അറ്റ് ദ പ്രസൻസ് ഓഫ് ദ ഗോഡ് ഓഫ് ജേക്കബ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസിൽ എന്താണ്? എവരിത്തിങ് വിൽ ട്രംബിൾ, എവരിത്തിങ് വിൽ ട്രംബിൾ. ദ തിങ്സ് ദാറ്റ് വി സീ വിൽ ട്രംബിൾ, ദ തിങ്സ് ദാറ്റ് വി ഡു നോട്ട് സീ will also tremble. അല്ലേ? We have to acknowledge that there are a lot of atheists in this world, lot of agonists in this world. എല്ലാം അവിടെ എന്താണ്? ദൈവം ഇല്ലാത്തിടത്തും ദൈവം ഉള്ളിടത്തും എല്ലാം എന്താണ്? അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കും. സോ വി ഹാവ് ടു അക്നോളജ് ദാറ്റ് വി ആർ ഓൾ ലിവിങ് ഇൻ എ സ്പിരിച്വൽ വേൾഡ്. അപ്പോൾ സെക്കൻഡ് തിങ് വി ഹാവ് ടു അക്നോളജ് ദാറ്റ് എന്താണ്? ദർ ഇസ് എൻ അൺസീൻ വേൾഡ്, അൺസീൻ വേൾഡ്. ഫസ്റ്റ് കൊലോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 15 എന്ന് വായിച്ചേ. കൊലോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 15. താഴെ വായിച്ചോളൂ, കണ്ടിന്യൂ. അപ്പോൾ ഇൻ കൊലോസിയൻസ് നമ്മൾ പറയുന്നത് എന്താണ്? എവരിത്തിങ് ദാറ്റ് വി സീ, എവരിത്തിങ് ദാറ്റ് വി ഡു നോട്ട് സീ. നമ്മൾ കാണുന്നതും നമ്മൾ കാണാത്തതും എന്താണ്? എവരി പവേഴ്സ് ആൻഡ് എവരി ഡൊമീനിയൻസ്, ഓൾ പൊസഷൻസ്, എവരിത്തിങ് വാസ് ക്രിയേറ്റഡ് ബൈ ഹിം, ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം. അപ്പം നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ എന്താണ്? നമ്മൾ കാണാത്തൊരു ലോകമുണ്ട്. ഇറ്റ് ഈസ് വെരി മച്ച് റിയൽ, ഇറ്റ് ഈസ് വെരി മച്ച് റിയൽ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് നല്ലത് സംഭവിക്കുന്നുവെങ്കിലും എന്ത് തീയത് സംഭവിക്കുന്നുവെങ്കിലും ഈ സംഭവിക്കുന്നത് ആദ്യം എന്താണ്? ഈ കാണാത്ത ലോകത്താണ് സംഭവിക്കുന്നത്. എവരിത്തിങ് ഫസ്റ്റ് ഹാപ്പൻ ഇൻ ദാറ്റ് ഹെവൻലി റലം. എന്നിട്ട് അത് റെസിപ്രോക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അല്ല അങ്ങനെ ജീവിക്കുന്നത് സംഭവിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. വി ആർ കമ്മിങ് അബൌട്ട് ദ പ്രസൻസ്. അപ്പോൾ ഈ ദിസ് പ്രസൻസ് ഓഫ് ദ ലോർഡ് ഈസ് ഏബിൾ ടു അഡ്രസ് ദ ഇഷ്യൂസ്. ദിസ് പ്രസൻസ് ഓഫ് ദ ലോർഡ് ഈസ് ഏബിൾ ടു അഡ്രസ് ദ ഇഷ്യൂസ് ഇൻ ദ അൺസീൻ റലം. അൺസീൻ. നമ്മളെല്ലാവരും എന്താണ്? സ്പിരിച്വലി നമ്മൾ അവൈക്കണ്ടാണ്. വി ഓൾ സീ വിഷൻസ്, അല്ലേ? നമ്മളെല്ലാം പല ടൈമിൽ വി ഹാവ് ഓൾ സീൻ വിഷൻസ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മൃഗം നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും, നമ്മളൊരു സർപ്പം നമ്മളെ എന്താണ് അറ്റാക്ക് ചെയ്യുന്നതായിരിക്കാം. സോ ദിസ് ഈസ് വാട്ട് സംതിങ് ഇൻ ദ ഹെവൻലി റലം. അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ എഫക്റ്റ് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഹൗ ടു പ്രിവെൻറ്റ് ദിസ്? ഹൗ ടു പ്രിവെൻറ്റ് ദിസ്? എങ്ങനെയാണ് നമ്മൾ ഈ ഹെവൻലി റലത്തിനെ, ഈ സ്ട്രോങ് ഹോൾസിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓൺലി ബൈ ക്യാരിയിങ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. only by carrying the presence. വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ഒരു വാക്ക് നമ്മൾ വെറുതെ പറയുമെങ്കിലും എന്താണ്? പ്രസൻസ് ഓഫ് ദ ലോർഡ് ക്യാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് നോട്ട് വെരി ഈസി. നമ്മൾ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യം. സോ ലാസ്റ്റ് വീക്ക് വെൻ ഐ വോക്ക് അപ്പ് ഫ്രം ദ ബെഡ്, ഞാൻ ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. ഹാനോക്ക് എന്താണ്? ദൈവത്തോടു കൂടെ നടന്നു. അപ്പോൾ ഹാനോക്കിനെ കുറിച്ച് ബൈബിളിൽ വളരെ 2-3 സെൻറ്റൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ അറിവ് ശരിയാണ്. സോ ഐ വെൻ ബാക്ക് ടു ജെനസിസ്. അപ്പോൾ ഈനോക്ക് ലീവ് ഫോർ 365 years. ആ 365 വർഷത്തിലും അദ്ദേഹം കല്യാണം കഴിച്ചു, അദ്ദേഹത്തിന് മക്കളുണ്ടെന്ന് പറയുന്നു. ഔട്ട് ഓഫ് ദ 300 years he walked with God. He carried the presence of the Lord. അത് കഴിഞ്ഞപ്പോൾ ദൈവം ഹാനോക്കിനെ എടുത്തു എന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സോ Enoch can live in the presence of the Lord for 300 years. നമുക്ക് ആ ദൈവത്തിൻ്റെ പ്രസൻസ് 24/7 നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ? ഇറ്റ് ഈസ് പോസിബിൾ. അങ്ങനെ നമ്മൾ ക്യാരി ചെയ്യുമ്പോഴാണ് എന്താ സംഭവിക്കുക? നമ്മൾ മുകളിൽ വായിക്കുമ്പോൾ ദ മൗണ്ടൻ സ്കിപ്പ് ലൈക്ക് റാംസ്. അതൊന്ന് വായിച്ചേ. 114 verses 3 and 4. The sea looked and fled, the Jordan turned back, the mountains leaped like rams, the hills like lambs. അതൊന്ന് പ്രൊജക്റ്റ് ചെയ്യോ, മലയാളത്തിൽ പ്രൊജക്റ്റ് ചെയ്യോ. Psalms 114 verses 3. അപ്പോൾ Psalms 114 verses 3. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് വന്നപ്പോൾ എന്താണ്? സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദ സീ സോ ഇറ്റ് ആൻഡ് ഫ്ലഡ്. കാവ്യാത്മക രീതിയിൽ പറയുകയാണ് എന്താണ്? സമുദ്രം ദൈവത്തിൻ്റെ പ്രസൻസ് വന്നപ്പോൾ എന്ത് ചെയ്തു? ഓടി. യോർദാൻ എന്ത് ചെയ്തു? യോർദാൻ എന്ത് ചെയ്തു? പിൻവാങ്ങി. പർവ്വതങ്ങൾ ആടുകളെ പോലെയും വാലീസ് കുഞ്ഞാടുകളെ പോലെ എന്ത് ചെയ്തു? അവർ തുള്ളി എന്നാണ് പറയുന്നത്. സോ വെൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് കംസ് എന്താണ്? സംതിങ് വിൽ ഹാപ്പൻ ഇൻ ദ സ്പിരിച്വൽ റലം. ആ അൺസീൻ വേൾഡിൽ തിങ്സ് വിൽ ഡെഫിനറ്റ്ലി ഷേക്ക്.
things will definitely shake. Things will definitely shake. So from my experience, എൻ്റെ ഈ ചെറിയ എക്സ്പീരിയൻസിൽ I thought God, ദൈവം എങ്ങനെയാണ് how to carry this presence of the Lord, how to carry this presence of the Lord. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മിനിയാൻ നമ്മുടെ ജോണങ്ങളുടെ വീട്ടിലെ മീറ്റിങ്ങിലെല്ലാം പോയി കഴിഞ്ഞ് ഇൻട്രസെസറി പ്രയർ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വിൽ ബി വെരി ഹാപ്പി. നമ്മൾ ഭയങ്കര സന്തോഷം. കാരണം എന്താ, നമ്മൾ അവിടെ നിന്ന് കിട്ടിയ പാട്ടുകളും അവിടെ നമ്മൾ ഇൻട്രസെസറി പ്രെയർ നടത്തിയതും ഇതെല്ലാം എന്താണ് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആൻഡ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് ഈസ് ഇൻ us. പക്ഷെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിൽ ടേൺ ബാക്ക് അഗൈൻ. വീണ്ടും എന്ത് ചെയ്തു? നമ്മൾ ബാക്ക് ടു സ്ക്വയർ. സോ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് എവിടെയോ ലീക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എന്നിട്ട് വി ആർ നോട്ട് ഏബിൾ ടു ക്യാരി ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. വി ആർ നോട്ട് ഏബിൾ ടു ക്യാരി ദ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് വെയർ വി ലീക്ക് ദ പ്രസൻസ്. നമ്മൾ പിശാചിന് നമ്മൾ ഓപ്പണിങ് കൊടുക്കുന്ന പല രീതിയിലാണ്. ആക്ച്വലി പലർക്കും പല രീതിയിൽ. ചിലർക്ക് ജഡ്ജ്മെൻ്റ് ആയിരിക്കും. ദ മൊമെൻറ്റ് ദേ സീ അതർ പീപ്പിൾ ദേ സ്റ്റാർട്ട് ടു ജഡ്ജ്. അല്ലേ, അയാൾ മുമ്പ് ചെയ്ത തെറ്റുകൾ അതിങ്ങനെ ആലോചിച്ച് വി സ്റ്റാർട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓപ്പണിങ് കൊടുക്കും. ചിലർക്ക് സോഷ്യൽ മീഡിയ ആയിരിക്കും. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് ഈ സോഷ്യൽ മീഡിയ. ഐ എം ടെല്ലിങ് യു. അണ്ടർസ്റ്റുഡ്? ഐ തിങ്ക് ഇൻ ദ ബുക്ക് ഓഫ് പീറ്ററിലാണെന്ന് തോന്നുന്നു. പീറ്ററിൻ്റെ ദർ ഇസ് സംതിങ് കോൾഡ് പവർ ഓഫ് എയർ. Everything that we see in the social media, it is manipulated or manifested ത്രൂ ദ എയർ. എല്ലാ സിഗ്നൽസും എന്താണ്. അപ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് ഗിവിങ് എന്താണ്? എ ചാൻസ് ദ ഡെവിൾ ആൻഡ് ഡ്രെയിനിങ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. അപ്പം നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ തന്നെ എന്ത് ചെയ്യുക? ഈ ലൂപ്പ് ഹോൾസ് നമുക്ക് അടക്കും. വി നോ ദ ലൂപ്പ് ഹോൾസ് ബിക്കോസ് ദ ഗോഡ് ടോക്ക് ടു us, ദ ഹോളി സ്പിരിറ്റ് ടോക്ക് ടു us. ഫ്രം അവർ എക്സ്പീരിയൻസ് ഓൾസോ വി നോ നമ്മൾ എവിടെ നിന്നാണ് ഈ പ്രസൻസ് ഓഫ് ദ ലോർഡ് ഇത് ചെയ്യുന്നത്. യോങ്കിച്ചോട്ടൊരു ബുക്ക് ഉണ്ടല്ലേ, ദ ഫോർത്ത് ഡൈമെൻഷൻ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് എല്ലാം ഒരു 3Dയിലാണ്. പക്ഷെ ദർ ഇസ് എ ഫോർത്ത് ഡൈമെൻഷൻ വെർ എവ്രിതിങ് ഈസ് പോസിബിൾ. മനസ്സിലായല്ലേ? എല്ലാം സാധ്യമാകുന്ന ഒരു ഡൈമെൻഷൻ ഉണ്ട്. ആ ഫോർത്ത് ഡൈമെൻഷൻ ഈസ് ആക്ടിവേറ്റഡ് ബൈ ദ presence of the Lord. Okay, presence of the Lord. Let me give you 3 examples from my own life how to carry the presence of. ഇതെൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒന്നാമത് എന്താണ്, നമ്മൾ എപ്പോഴും അന്യഭാഷയിൽ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അന്യഭാഷയിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വെപ്പൺ. പലരും അതിനെ ന്യൂട്രലൈസ് ചെയ്ത് എടുക്കും, പലരും ഇത് നിന്നു എന്നൊക്കെ പറയും. ബട്ട് ഇറ്റ്സ് നോട്ട്. നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവത്തോടത്ര ആരാധിക്കുന്നു. നമുക്ക് തന്നെ ആത്മീയ വർദ്ധന നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്പിരിറ്റിനെ എഡിഫൈ ചെയ്യുന്നു, അല്ലേ? അതിന് മൾട്ടിപ്ലൈ, ഇതിൻ്റെ എഫക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വെൻ ഐ വാസ് ഗോയിങ് ത്രൂ, എം എ വർഗീസ് പാസ്റ്റർ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ 1970s അന്യഭാഷയൊക്കെ പ്രാപിച്ച് അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് ബ്രദറൻ റിഫോർമേഷൻ, മെത്തേഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ് റിഫോർമേഷനൊക്കെ വന്നു. അപ്പോൾ അവിടെ നിന്നൊരു റോങ് ടീച്ചിങ് ഉണ്ടായി. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളൊരു ടീച്ചിങ് ഉണ്ടായി. സോ ഹീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് കൺഫ്യൂസ്. അദ്ദേഹം ഭയങ്കര കൺഫ്യൂഷനിലായി. ഇപ്പോൾ ദൈവത്തോട് ദൈവം എന്താണിത്? ഞാൻ അന്യഭാഷ പ്രാപിക്കുകയും ചെയ്തു, ഇതൊക്കെ വെറുതെ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് വെരി ഡിസാർട്ടനിങ് ഫോർ മീ. എനിക്ക് വചനത്തിൽ ഉറക്കാനും പറ്റുന്നില്ല. ഗീവ് മീ സം എവിഡൻസ് ടു പ്രൂവ് ഇറ്റ് വാട്ട് ഇറ്റ് ഈസ് റൈറ്റ്. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മാസിക ഒരു ദിവസം വന്നു, ഒരു ബിബ്ലിക്കൽ മാസിക. അതിനകത്ത് ഒരു പള്ളിയിൽ അച്ഛൻ്റെ ഒരു കോളം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പള്ളിയിൽ അച്ഛൻ ബോംബെയിലൊരു ചർച്ചിൽ പോയപ്പോഴത്തേക്ക്, ഒരു ഹിന്ദിക്കാരൻ പള്ളിയിൽ അച്ഛൻ ബോംബെയിലൊരു ചർച്ചിൽ പോയപ്പോൾ, അവിടുത്തെ കാത്തലിക് ചർച്ചിൽ പോയപ്പോൾ അവിടെ കുറച്ച് ലേഡീസ് ഒരു റൂമിൻ്റെ മറവിൽ നിന്ന് ചുറ്റിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവർ ആത്മാവിൽ എന്താണ്, അന്യഭാഷകളിൽ എന്താണ് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഭാഷ മനസ്സിലായില്ല. അപ്പോൾ വാട്ട് ഡിഡ് ഹി, ഒരു ഓഡിയോ റെക്കോർഡർ എടുത്തിട്ട് ഇവർ പറയുന്നത് എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തിട്ട് മറ്റുള്ളവരെ കേൾപ്പിച്ചു. ആർക്കും ഈ ഭാഷ മനസ്സിലാവണില്ല. ദെൻ ഹീ സെൻഡ് ദിസ് എന്താണ് ഓഡിയോ റെക്കോർഡിംഗ് ടു കെൻ റേഡിയോ. അന്നത്തെ അമേരിക്കയിൽ ഇൻ്റർനാഷണൽ റേഡിയോ സ്റ്റേഷനാണ്, ലോകത്ത് എല്ലാവരുടെയും കവർ ചെയ്യുന്ന ഒരു റേഡിയോ മാധ്യമമാണ് കെൻ റേഡിയോ. അവർ ഈ ഭാഷ ഡീകോഡ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ആഫ്രിക്കയിലെ ഏതോ ഒരു റിമോട്ട് ഏരിയയിൽ ട്രൈബൽസ് പറയുന്ന ലാംഗ്വേജാണ് ഇവർ പറയുന്നത്. ആൻഡ് ദേ ആർ പ്രേയിങ് ഫോർ ദ ഡ്രോട്ട് വിച്ച് ഈസ് ഹാപ്പനിങ് ദർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് എന്താണ് അന്യഭാഷ പറയുമ്പോൾ നമ്മളെന്താണ്, നമ്മൾ ദൈവത്തോട് നമ്മുടെ ബുദ്ധി അബലമാകുന്നു. അപ്പോൾ ആസ് എ ക്രിസ്ത്യൻ ഇൻ ദ സ്പിരിച്വൽ വേൾഡ് ടു ക്യാരി ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് നമുക്ക് വേണ്ടത് അന്യഭാഷയാണ്. ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ ആർ നോട്ട് ഫിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഹിയർ. പക്ഷേ എന്താണ്, യു ഹാവ് ടു ഫിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ നമ്മൾ നമുക്ക് ടാരി മീറ്റിങ്ങിന് വെയിറ്റ് ചെയ്യണോ? വേണ്ട, ടാരി മീറ്റിങ്ങിന് വെയിറ്റ് ചെയ്യേണ്ട. എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ CMF കാലിക്കറ്റിൽ നമ്മുടെ കല്യാണത്തിന് അവസാനം പ്രോബ്ലി ആൻഡറ്റിൻ്റെ കൂടെ പാടിയ ക്രിസ്റ്റി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ഷി വാസ് ഷെയറിങ് ഹർ ടെസ്റ്റിമണി, കെയിം ഫ്രം എ CSA ബാക്ക്ഗ്രൗണ്ട്. ആ കുട്ടി വെക്കേഷൻ സമയത്ത് ഇങ്ങനെ ബൈബിളൊക്കെ ഇങ്ങനെ വായിച്ച് കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ അന്യഭാഷയെ കുറിച്ചുള്ള ഒരു ആ പാസേജ് അവിടെ എത്തി. ഷീ സ്റ്റോപ്ഡ് ഇറ്റ്.
അപ്പോൾ ദൈവം ഇത് റിയൽ ആണെങ്കിൽ ഗോഡ് യു ഹാവ് ടു ഗിവ് ഇറ്റ് ടു മീ. അങ്ങനെ ആ കുട്ടിയുടെ റൂമിൽ ഇരുന്ന് എന്ത് ചെയ്തു? ഷീ കെപ്റ്റ് ഓൺ പ്രേയിങ്. one fine day she was filled with the Holy Spirit. She was filled with the Holy Spirit. അങ്ങനെ അന്യഭാഷയിൽ എന്ത് ചെയ്തു? ആ കുട്ടി ആരേച്ചു. സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഏൺ ചെയ്യണം ടു ക്യാരി ദ പ്രസൻസ് ഓഫ്, ദെൻ വി വിൽ ഡു മിറക്കിൾസ് ഇൻ ദ സ്പിരിച്വൽ റെലം. ഓക്കെ, സെക്കൻഡ് തിങ് എന്താണ്? വി ഹാവ് ടു പ്രൊക്ലൈം ദ വേർഡ് ഓഫ് ഗോഡ്. പ്രൊക്ലൈം ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ വചനത്തിൽ പറയുന്ന ആദ്യം തന്നെ കാർഡിനലായിട്ട് ട്രൂത്ത് എന്താണ്? യേശുക്രിസ്തു ദൈവവും നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും പിതാവായ ദൈവം പുത്രനായ യേശുവിനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തു, ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയും ചെയ്യുമ്പോൾ എന്താണ്? രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? വായ് കൊണ്ട് ഏറ്റുപറയുക, മനസ്സിലായി? നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ പോരെ. അപ്പോൾ അതാണ് എൻ്റെ അർത്ഥം. ദർ ഇസ് സംതിങ് ഇൻ ദർ ഇസ് സം പവർ ഇൻ പ്രൊക്ലമേഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വി ആർ ഓൾ ലിവിങ് ഇൻ എന്താണ്? സ്പിരിച്വൽ വേൾഡ്. ഹീബ്രൂസ് ചാപ്റ്റർ 1:7 എന്ന് വായിച്ചേ. Hebrews chapter 1:7. Yeah. And of the angels he says, who makes the angel spirit and the ministers of the flames of fire. അപ്പോൾ ഞാനിത് വിവരിക്കാം. അപ്പോൾ വി ആർ ഓൾ ലിവിങ് ഇൻ എ സ്പിരിച്വൽ. നമ്മുടെ ചുറ്റും എന്താണ്? ദർ ആർ ലോട്ട് ഓഫ് ഈവിൾ സ്പിരിറ്റ് ട്രൈങ് ടു ഫീഡ് ദ നെഗറ്റീവ് തിങ്സ്, ദ ലൈസ്, ദ ഫിയർ. ഭാവിയെ കുറിച്ചുള്ള എന്താണ്? എല്ലാ ആശങ്കകളും നമ്മുടെ ചെവിയിലും നമ്മുടെ ബുദ്ധി എന്താണ്? ഇംപ്രഗ്നേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഹി ഈസ് ട്രൈങ് ടു ഡു ദാറ്റ്. പക്ഷേ ദ മൊമെന്റ് വി പ്രൊക്ലെയിം ദ വേർഡ് ഓഫ് ദ ലോർഡ്, മനസ്സിലായി? ഇത് ശരിക്കും ഒരു ഒരു സൈക്കോ തെറാപ്പി അങ്ങനെയൊന്നും അല്ല, മനസ്സിലായി? ദിസ് ഈസ് ദ വേർഡ് ഓഫ് ദ ലോർഡ്. And the word of the Lord എന്ന് പറഞ്ഞാൽ എന്താണ്? It is used for correction, righteousness, rebuking, equipping man for every good work. And it is a double-edged sword. It's a double-edged sword which is able to pierce your heart, souls and spirit and restore you into all goods. അപ്പോൾ നമ്മുടെ എല്ലാ തോട്ട്സിനെ എന്താണ്? ക്യാപ്ചർ ചെയ്യാൻ the word of the Lord will help you. This is my experience. ഞാൻ എക്സ്പീരിയൻസിൽ കൂടെ ഇത് പറയുന്നത് ആക്ച്വലി. അപ്പോൾ നമ്മൾ മെഡിക്കലിൽ ഇങ്ങനെ പഠിക്കും, എവറി ഡേ അറൗണ്ട് 60,000 തോട്ട്സ് ആണ് നമ്മുടെ മൈൻഡിൽ കൂടെ പോകുന്നത്. പക്ഷെ വചനം എന്താണ് നമ്മുടെ പറയുന്നത്? വി ക്യാൻ ക്യാപ്ചർ എവറി തോട്ട്. മനസ്സിലായില്ലേ? ഒരു തോട്ട് പോലും ലെസ്സല്ല. വി ക്യാൻ ക്യാപ്ചർ എവറി തോട്ട് അക്കോർഡിംഗ് ടു ദ ഒബീഡിയൻസ് ഓഫ് ദ ക്രൈസ്റ്റ്. അപ്പം നമ്മുടെ ചുറ്റുമുള്ള ഈ സ്പിരിറ്റ് നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ തോട്ട്സ് ഫീഡ് ചെയ്യുമ്പോൾ വി ഷുഡ് നോട്ട് ബി പാസീവ്. വി ഷുഡ് നോട്ട് ബി, ബട്ട് വി ഷുഡ് ബി വോക്കൽ. വി ഷുഡ് ബി വോക്കൽ. അപ്പോൾ അതാണ് ആദ്യം ഒരു പെന്തിക്കോസ്റ്റലിസം വന്നു, പിന്നെ എന്ത് ചെയ്തു? ബ്രദർ റിഫോർമേഷൻ വന്നു, ബാപ്റ്റിസ്റ്റ് വന്നു, മെത്തഡിസ്റ്റ് വന്നു, പിന്നെ വീണ്ടും പെന്തിക്കോസ്റ്റ് വന്നു. നമ്മൾ ഈ എവല്യൂഷനൊക്കെ ശ്രദ്ധിച്ചാൽ ഓൾദോ ദർ ഇസ് എ റെമനന്റ്, നമ്മളെല്ലാം സൈലൻ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ദാറ്റ് ഇസ് എ ഹാർഷ് ട്രൂത്ത്. മനസ്സിലായി? നമ്മൾ സൈലൻ്റ് ആയിക്കൊണ്ട് വന്നു ആൻഡ് വി ആർ പ്ലേയിങ് ഡയറക്ട്ലി ഇൻ ടു ഹിസ് ഹാൻഡ്സ്. മനസ്സിലായില്ലേ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ദാസന്മാർ വിക്ടറി എടുത്തത് ഇറ്റ് ഈസ് ബൈ ദ വോക്കൽസ്, സംസാരത്തിൽ കൂടെയാണ്. ദാവീദ് എന്താണ് പറയുന്നത്? നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിനക്കെതിരെ വരുന്നു. മനസ്സിലായി? യുദ്ധം ജയിക്കുന്നതിന് മുമ്പ്, യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഏഹൂദ് എന്ത് ചെയ്തു? ആ മലയെ കയറി എന്ത് ചെയ്തു? ഈ സൗണ്ടഡ് ദ ട്രംപറ്റ് ബൈ ഹിംസെൽഫ്. മനസ്സിലായി? അപ്പം നമ്മളെന്താണ്? സംസാരിക്കാതെ മൂകമായിരുന്ന എന്താണ്? ഫോർ എ പീപ്പിൾ ഹു ആർ സൈക്കോളജിക്കലി ട്രബിൾഡ്, അവരെന്താ ചെയ്യണം? സംസാരിക്കേണ്ടതിന് പകരം ദേ ഗെറ്റ് സെക്ലൂഡഡ് ഇൻ ടു ഡാർക്ക്നെസ്. മനസ്സിലല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ദ പവർ. വി ഹാവ് ടു പ്രൊക്ലെയിം ദ വേർഡ് ഓഫ് ദ ലോർഡ്. പോൾ ഇങ്ങനെ 2 Corinthians 11:1-4 പറയുന്നു. I'll just read 2 Corinthians chapter 10, 3-5. ഒന്ന് വായിക്കാവോ? Yes. For though we live in the world, we do not wage war as the world does. The weapons we fight with are not the weapons of the world. On the contrary, they have divine power to demolish strongholds. Yeah. We demolish arguments and every pretension that sets itself up against the knowledge of God. And we take captive every thought to make it obedient to Christ. മതി. അപ്പോൾ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, എന്താണ്? നമ്മൾ ജഡത്തിൽ നമ്മൾ ജീവിക്കുന്നു. വി ആർ ലിവിങ് ഇൻ ദിസ് വേൾഡ്. എങ്കിലും എന്താണ്? എൻ്റെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. ഇത് നമുക്ക് അറിയാവുന്ന വാക്യ. ഐ നോ എവരി വൺ നോസ്, ബട്ട് ദ ഹോളി സ്പിരിറ്റ് ഈസ് കീപ്പിംഗ് റിമൈൻഡിങ് യു ഓഫ് ദിസ് വേർഡ്സ്. പക്ഷേ അവർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ, ബട്ട് ഇറ്റ് ഈസ് എന്താണ്? മൈറ്റി ടു ബ്രിങ് ഡൗൺ strongholds. With that we can captive every thought according to the obedience of the Christ. അല്ലേ? അപ്പോൾ നമ്മുടെ ഈ തോട്ട്സ് വരുമ്പോൾ എന്താണ്? ഞാൻ പലപ്പോഴും ഇങ്ങനെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഹൗ ടു ഡിഫീറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ, ഹൗ ടു റേസ് നെഗറ്റീവ് തോട്ട്. നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് മാറ്റി അങ്ങനെയൊന്നും പോകുന്ന സംഭവം അല്ല ഇത്.
മനസ്സിലായില്ലേ? വി ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് Satan. വി ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ ഹെവൻലി റെലംസ്, പവേഴ്സ്, പ്രിൻസിപ്പാലിറ്റീസ്, ഡൊമീനിയൻസ്, പൊസഷൻസ്. നമുക്ക് ഒരൊറ്റ വെപ്പൺ, ഒരൊറ്റ ആർമറേ ഉള്ളൂ, വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. Proclaim the word of the Lord. We can make every thought captive. എല്ലാ ചിന്തകളും എന്താണ്? ദൈവത്തിന് അനുസരണത്തിനെ നമ്മൾ അങ്ങനെ പിടിച്ചെടുക്കുന്നത്. നമ്മൾ കേട്ടിട്ട് മനസ്സിൽ സംഗ്രഹിച്ച് വയ്ക്കുകയല്ല, നമ്മൾ പ്രൊക്ലെയിം ചെയ്യുമ്പോൾ എന്താ? ടു തിങ്സ് ഹാപ്പൻ വെൻ വി പ്രൊക്ലെയിം. ഒന്ന്, പ്രൊക്ലെയിം ചെയ്യുമ്പോൾ ദൂതന്മാർ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യുക വാളുമായിട്ട്. നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയാണ് ദൂതന്മാരെന്താണ്? ദാറ്റ്സ് പ്രോബ്ലി വാട്ട് വി റൈഡ് ഇൻ ഹീബ്രൂസ് ചാപ്റ്റർ 1:7. എന്താണ്? ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ ദ സ്പിരിറ്റ് ആൻഡ് ദേ ആർ ദ മിനിസ്റ്റേഴ്സ്. മനസ്സിലായില്ലേ? നമ്മളെ ഗാർഡിയനുള്ള മിനിസ്റ്റേഴ്സ്. അപ്പം നമ്മൾ ഈ വചനം നമ്മൾ പ്രൊക്ലെയിം ചെയ്യുമ്പോൾ എന്താണ്? ഏഞ്ചൽസ് വിൽ ബി ആക്ടിവേറ്റഡ്. ഇതൊരു റെവലേഷനാണ്, ഇത് എൻ്റെ ഒരു അറിവാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പ്രൊക്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ ആ തോട്ടിനെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നൊന്നും അല്ല. അണ്ടർസ്റ്റുഡ്? ആ ഡിസ്ട്രാക്ട് ചെയ്ത് ആ തോട്ട് വീണ്ടും വരും. പക്ഷെ നമ്മൾ ഈ വചനം വെച്ച് നമ്മൾ എന്തിനു ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഏഞ്ചൽസ് എന്താണ്? സ്വോർഡ് ഓഫ് ദ ലോർഡ് വെച്ചത് അത് വെട്ടും. അത് വെട്ടി അതിനെ, അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഏബിൾ ടു ബ്രിങ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് ആൻഡ് ഏബിൾ ടു ക്യാപ്റ്റീവ് ഓൾ ദി ഇമാജിനേഷൻസ് അക്കോർഡിംഗ് ടു ദ ഒബീഡിയൻസ് ഓഫ് ദ ക്രൈസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ വചനം നമ്മൾ പ്രൊക്ലെയിം ചെയ്യുമ്പോൾ എന്താണ്? വി ആർ കോളിംഗ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പ്രസൻസിനെ നമ്മൾ എന്താണ്? വിളിച്ച് വരുത്തുകയാണ് ആക്ച്വലി. അപ്പോൾ പ്രോബ്ലി ഐ വാസ് തിങ്കിങ്, മോശ ആ ചെങ്കടലിന് മുമ്പിൽ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ദർ ഇസ് നോ ഓൾട്ടർ. പഴയ നിയമത്തിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരണമെങ്കിൽ ദേ ഹാവ് ടു ബി ആൻ ഓൾട്ടർ. ഗിദെയോൻ്റെ കാര്യത്തിൽ, ഐസക്കിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഓൾട്ടർ എന്നത്. പക്ഷെ എന്താണ്? പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിൽ, വാട്ട് എവർ ഇറ്റ് മേ ബി, മോശ ആ റെഡ് സീയുടെ ഫ്രണ്ടിൽ നിന്നപ്പോഴത്തേക്ക് ഹി മസ്റ്റ് ഹവ് കോൾഡ് ഔട്ട് ഡെലിവറി. യഹോവേ എന്നൊരു വിളി അങ്ങ് വിളിച്ചു കാണും. ദാറ്റ്സ് ഓൾ. യഹോവേ. കണ്ണ് ചിലപ്പോൾ തുറന്ന് കാണില്ല, കണ്ണ് അടച്ച് കാണില്ല, വി ഡോണ്ട് നോ. ദൈവമേ എന്നൊരു വിളി അങ്ങ് വിളിച്ചു കാണും. അങ്ങനെ വിളിക്കുമ്പോൾ എന്താ? ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് വിൽ ഡിസെൻഡ് ഓൺ അസ്. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ്? വേറൊരാളെ ഫോൺ വിളിക്കുന്നതിന് വരുന്നത്, യു കോൾ അപ്പോൺ ദ ഗോഡ്, യു കോൾ അപ്പോൺ ദ നെയിം ഓഫ് ദ ലോർഡ്, യു കോൾ അപ്പോൺ ദ നെയിം. വചനം അങ്ങനെ പറയുന്നുണ്ട് അല്ലേ? യഹോവയുടെ നാമം എന്താണ്? ബലമുള്ള ഗോപുരം, നീതിമാൻ ഓടിച്ചെന്നതിലേക്ക് എന്താണ്? അഭയം പ്രാപിക്കുന്നു. കോൾ അപ്പോൺ ദ നെയിം ഓഫ് ദ ലോർഡ്. വെൻ യു കോൾ അപ്പോൺ ദ നെയിം ഓഫ് ദ ലോർഡ് എന്താണ്? ഈ ചെവിയെ സൃഷ്ടിച്ച ദൈവം എന്താണ്? നമ്മുടെ വിളി സ്വർഗത്തിൽ നിന്ന് കേൾക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. മനസ്സിലായി? അപ്പം ദൈവത്തിൻ്റെ പ്രസൻസ് വരുമ്പോൾ ദ പീസ് വിൽ ഫിൽ അവർ ഹാർട്ട്സ്. മനസ്സിലായി? അതിലും വേറെ സന്തോഷം നമുക്ക് വേണോ? മനസ്സിലായി? വി ആർ ഓൾ സ്ട്രഗ്ലിംഗ് ടു പാസ് ദിസ് വേൾഡ് ടു ലിവ് ഇൻ പീസ്. പക്ഷേ ദൈവം പറയുന്നത്, മോർ യു മെഡിറ്റേറ്റ് ഓൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്, ദർ ഇസ് ഗ്രേസ് ആൻഡ് പീസ്. ഈ ശരീരമൊക്കെ അങ്ങ് പോകും കേട്ടോ. നമ്മുടെ ശരീരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താണ്? അണ്ടിൽ വി ആർ കോൾഡ് ഇൻ എറ്റേണിറ്റി, അവർ ഓൺലി ഗോൾ ഈസ് ടു ലിവ് ഇൻ പീസ്. Understood? And that is by the word of the God and carrying the God's presence. Third എക്സാമ്പിൾ പറയാം. എപ്പോഴും എന്താണ് എൻ്റെ ജീവിതത്തിലെ എക്സാമ്പിൾ? എപ്പോഴും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും യു ഹാവ് ടു ഫിൽ യുവർ ഹാർട്ട്സ്. യു ഹാവ് ടു ഫിൽ യുവർ ഹാർട്ട്സ്. യു ഹാവ് ടു ഫിൽ യുവർ ഹാർട്ട്സ്. അപ്പോൾ എപ്പോഴും സങ്കീർത്തനങ്ങളും സ്തുതികളും നമ്മുടെ വായിക്കൂടെ ഒരു സിനിമാ പാട്ട്, ഒരു സെക്യുലർ സോങ്സ് വരരുത്. ഇറ്റ്സ് റോങ്. ഐ എം ടെല്ലിങ് യു, ഇറ്റ്സ് റോങ്. നമ്മൾ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും സിനിമ, ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ഉണ്ട്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. ആരെന്ത് പറഞ്ഞാലും എന്താണ്? നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ദൈവം നമുക്ക് തന്ന ആ പ്രസൻസ് അല്ലേ, ആ മൈറ്റി പ്രസൻസ്, ആ ഫോർത്ത് ഡൈമെൻഷൻ എന്താണ്? അറിയാണ്ട് ലീക്കായി പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പോള് ഇത് നിങ്ങൾ എപ്പോഴും സത്യമായതും ഘനമായത്, ആ വാക്യം എടുക്കാമോ? ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4. Yeah, finally, brethren, whatever things are true, whatever things are honest, whatsoever that are just, whatsoever that are pure, whatsoever that are lovely, whatever things that are of good report, if there be any virtue, and if there be any praise, think on to these things. ഒടുവിൽ സഹോദരന്മാരെ എന്താണ്? എപ്പോഴും സത്യമായത്. ഈ വചനമാണ് സത്യം. ആക്ച്വലി വചനമാണ് സത്യം. സോ വാട്ട്സ് ദ പ്രോബ്ലം വിത്ത് നമ്മുടെ മൈൻഡിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ദർ ആർ ടു ടൈപ്സ് ഓഫ് എന്താണ് തോട്ട്സ്. ചിലത് നമ്മളുടെ കോർ ബിലീവ്സ് ആണ്, ചിലത് നമ്മളുടെ സൂപ്പർഫിഷ്യൽ ബിലീവ്സ് ആണ്. അപ്പോൾ സൂപ്പർഫിഷ്യൽ ബിലീവ്സ് ചിലപ്പോൾ എന്താണ്? വി ക്യാൻ അഡ്രസ് വിത്ത് കൗൺസിൽ. ഈവൻ ആൻസി എടുത്ത് വരെ ഒരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൺസ് ഐ ഡിസ്കസ് ദിസ് ഇഷ്യൂ വിത്ത് ഡോക്ടർ വിനീത് ഗ്ലാഡ്സ്. എൻ്റെ കല്യാണത്തിൽ വന്ന അദ്ദേഹം ജനറൽ ഫിസിഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറയുക, നമ്മൾ ഒരു മെഡിക്കേഷൻ എന്ത് കൊടുത്താലും എന്താണ്? ഒരു തോട്ട് പ്രോസസ്സ് കറക്റ്റ് മെഡിക്കേഷൻ കൊടുത്താലും എന്താണ്? ആസ് എ മാറ്റർ ഓഫ് അൺബിബിളിക്കൽ ആയിട്ടുള്ള സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുത്താലും ഇറ്റ് വിൽ ജസ്റ്റ് ഇറേസ് അവേ ദ സൂപ്പർഫിഷ്യൽ തോട്ട്സ്. ഡീപ്പ് റൂട്ടഡ് ഇഷ്യൂസ് ഇതിന് ഒരിക്കലും അഡ്രസ് ചെയ്യാൻ പറ്റില്ല.
മനസ്സിലല്ലേ? അതുകൊണ്ടാണ് ഈ സൈക്കാട്രിക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് എന്ന് പറയുന്നത്. കാരണം അവർക്കൊന്നും കണ്ടുപിടിച്ചത് ഒള്ളി ഹൈപ്പോത്തിസിസ്, അങ്ങനെ തിയറി ഒന്നുമില്ല അവർക്ക്, ഹൈപ്പോത്തിസിസേ ഉള്ളൂ. അപ്പം എന്താണ്? പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പിതാവായ ദൈവം നടാത്ത സകല കളകൾ എന്ത് ചെയ്യും? ഈ പുത്രനായ യേശു എന്ത് ചെയ്യും? അപ്രൂട്ട് by the word of the Lord, by the presence of the Lord. അപ്പം നമ്മൾ എന്താണ്? when you carry the presence of ഇവിടെ നമുക്ക് കിട്ടിയ presence of the Lord, if you try to maintain it by Enoch എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? by proclaiming the word of the Lord, by assimilating the word of the Lord, by praying in psalms and hymns, by singing in Holy Spirit, by speaking in tongues. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? the presence of the Lord be with us. Understood? This presence of the Lord will capture all the 60,000 thoughts which is captivating in your mind in 24 hours and for a week and for hour. So this is the power of the presence of the Lord. അതാണ് നമ്മൾ വായിച്ചത്. ആ presence of the Lord വന്നപ്പോൾ എന്താ സംഭവിച്ചത്? റെഡ് സീ സ്പ്ലിറ്റ്. ആക്ച്വലി അത്രേ ഉള്ളൂ. ആ സ്പിരിച്വൽ റെലമിൽ എന്താണ്? സംതിങ് ഹാപ്പൻ. റെഡ് സീ എന്ത് ചെയ്തു? സ്പ്ലിറ്റായി. യോർദാൻ പിൻവാങ്ങി. മരണ യോർദാൻ എന്ത് ചെയ്തു? പിൻവാങ്ങി. ഐ അർജ് യു, ആക്ച്വലി നമ്മൾ പ്രസൻസ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് എടുക്കരുത്. വി ഹാവ് ടു ക്യാരി ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, മെയിൻറ്റെയിൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. സംതിങ് വിൽ ഹാപ്പൻ ഇൻ ദ സ്പിരിച്വൽ റെലം. സംതിങ് വിൽ ഹാപ്പൻ ഇൻ ദ സ്പിരിച്വൽ റെലം. അതിൻ്റെ ലാസ്റ്റ് വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഹു ടേൺ ദ റോക്ക് ഇൻ ടു എ പൂൾ ഓഫ് വാട്ടർ and the flint into a fountain of waters. നമുക്കിത് രണ്ട് രീതി നമുക്ക് ചിന്തിക്കാം. And the presence of the Lord comes എന്നാണ്. പാറ പോലത്തുള്ള വിഷയങ്ങൾ എന്താണ്? തടാകമാകും. That is one way you can take it. But I imagine I'm going to tell about this rock not from this word of God. ഇത് ഞാനത് പറയുന്നില്ല. I'm telling it out of context from the Psalms 114. ആ റോക്കിനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ പല റോക്കുണ്ട് അല്ലേ? ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്താൻ പോയപ്പോൾ ഒരു റോക്കിൻ്റെ ക്ലെഫ്റ്റിൽ മോശ എന്ത് ചെയ്തു? ഒളിച്ചിരുന്നു. പിന്നെ കൊരിന്ത്യൻസിൽ പറയുന്നുണ്ട് ഒരു പാറയെ അവർ അനുഗമിച്ചു. ആ പാറയിൽ നിന്ന് അവർ കുടിച്ചു. ആ പാറ ക്രിസ്തു. ഐ എം നോട്ട് ടേക്കിംഗ് ഇറ്റ് ലിറ്ററലി, ബട്ട് ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് മെറ്റഫോറിക്കലി. അപ്പോൾ ഈ പാറയാവുന്ന ക്രിസ്തു, ഐ എം നോട്ട് ടെല്ലിങ് ഫ്രം ദിസ് 114, പക്ഷേ ഈ പാറയാവുന്ന ക്രിസ്തുവിൽ എന്താണ്? നമ്മൾ മറയുമ്പോൾ ആശ്രയിക്കുമ്പോൾ when the presence of the God comes, എന്താണ്? the rock will split. The water, the river of life will flow. And ആരാ റിവറിൽ എന്താണ് പാനം ചെയ്താലും എന്താണ്? അവരിൽ ജീവൻ പ്രാപിക്കും. എന്ത് ജീവനാണ് പ്രാപിക്കുന്നത്? ശാരീരികമായും ജീവൻ പ്രാപിക്കും, ആത്മീകമായ ജീവൻ അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണ്? the presence of the Lord will dwell in us. The fourth dimension will be visible to us. അപ്പാ സ്വർഗസ്നായ സ്വർഗീയ പിതാവേ, കർത്താവേ, അപ്പാ ഹല്ലേലൂയ, we are praying, oh Lord, കർത്താവേ, അപ്പച്ച കർത്താവേ, help us to carry the presence of the Lord, കർത്താവേ, അപ്പച്ച കർത്താവേ, അപ്പാ ഹല്ലേലൂയ, the presence of the Lord, കർത്താവേ, അപ്പച്ച കർത്താവേ, that is here, oh Lord, കർത്താവേ, by singing psalms, hymns, കർത്താവേ, and by കർത്താവേ proclaiming the word of the Lord, കർത്താവേ, അപ്പച്ച I pray, oh Lord, കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഈ presence of the Lord, കർത്താവേ, ഞങ്ങൾ ഡ്രെയിൻ ചെയ്യാതെ കർത്താവേ, അപ്പച്ച let us be able to carry the presence of the Lord, കർത്താവേ, for a day, കർത്താവേ, for a week, കർത്താവേ. Let it be a practice, oh Lord, കർത്താവേ. ഞങ്ങളുടെ ഹൃദയം കർത്താവേ സന്തോഷത്താൽ സമാധാനത്താൽ നിറയട്ടെ കർത്താവേ. Let the red sea, കർത്താവേ, split in front of us, കർത്താവേ, in the presence of the Lord, കർത്താവേ. Let the powers, let the dominions, let the possessions, everything, കർത്താവേ, tremble and fear, കർത്താവേ, at your presence, കർത്താവേ. അപ്പച്ച കർത്താവേ, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്ത്യങ്ങൾ വസിക്കുന്നുവല്ലോ കർത്താവേ. സത്യത്തിൻ്റെ സുബോധന ആത്മ ഞങ്ങൾ വ്യാപരിക്കുന്നുവല്ലോ കർത്താവേ. അപ്പോൾ help us to carry, കർത്താവേ, the God Jesus, കർത്താവേ, and the Holy Spirit and His counseling in our heart, oh Lord, കർത്താവേ. We pray for this matter, കർത്താവേ. In Jesus' name we pray. Amen. എല്ലാവർക്കും എണീറ്റ് നിൽക്കാമോ? ஒன்றும் ஆகாது
ஒன்றும் நடக்காது. உந்தன் பிரசன்னத்தால் கூடுமே. உந்தன் பிரசன்னத்தால் கூடுமே. யெகோவா ஓசேனா, என்னை மீண்டும் கட்டுகிறீர். யெகோவா சபையோர், என்னை ஆளுகை செய்கிறீர். யெகோவா ஓசேனா, என்னை மீண்டும் கட்டுகிறீர். யெகோவா சபையோர், என்னை ஆளுகை செய்கிறீர். நீர் இல்லாமல் ஒன்றுமில்லை. என்னை தள்ளாமல் சேர்த்துக் கொண்டீரே. நீர் இல்லாமல் ஒன்றுமில்லை. என்னை தள்ளாமல் சேர்த்துக் கொண்டீரே. வல்லமைக்கு முன்பாய் ஒன்றும் நிற்பதில்லை. உம் மகத்துவத்திற்கு முடிவு ஒன்றுமில்லை. உம் வல்லமைக்கு முன்பாய் ஒன்றும் நிற்பதில்லை. உம் மகத்துவத்திற்கு முடிவு ஒன்றுமில்லை. யெகோவா ஓசேனா, என்னை மீண்டும் கட்டுகிறீர். யெகோவா சபையோர், என்னை ஆளுகை செய்கிறீர். யெகோவா ஓசேனா, என்னை மீண்டும் கட்டுகிறீர். யெகோவா சபையோர், என்னை ஆளுகை செய்கிறீர். நீர் இல்லாமல் ஒன்றுமில்லையே. என்னை தள்ளாமல் சேர்த்துக் கொண்டீரே. நீர் இல்லாமல் ஒன்றுமில்லையே. என்னை தள்ளாமல் சேர்த்துக் கொண்டீரே. மலைகள் பர்வதம் மிருகு போலே உருகும். தடகளோ ஒன்றாய் மெலிந்திருந்து விலகும். மலைகள் பர்வதங்கள் மெழுகு போலே உருகும். தடகளோ ஒன்றாய் என் மேல் விலகும். யெகோவா ஓசேனா, என்னை மீண்டும் கட்டுகிறீர். யெகோவா சபையோர், என்னை ஆளுகை செய்கிறீர். யெகோவா ஓசேனா, என்னை மீண்டும் கட்டுகிறீர். யெகோவா சபையோர், என்னை ஆளுகை செய்கிறீர். நீர் இல்லாமல் ஒன்றுமில்லையே. என்னை தள்ளாமல் சேர்த்துக் கொண்டீரே. நீர் இல்லாமல் ஒன்றுமில்லை. என்னை தள்ளாமல் சேர்த்துக் கொண்டீரே. Hallelujah. Hallelujah. Let's thank God for the word that has been given. God bless you. We may be seated in the presence of the Lord. Amen. Hallelujah. What a